ഹായ് കൂട്ടുകാരെ, ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയും നിങ്ങൾ എല്ലാ വീഡിയോയും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ എന്നെ ലൈക്ക് ചെയ്തും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കപ്പളങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കറി വെക്കാൻ വേണ്ടി പറിച്ച കപ്പളങ്ങയാണ്. അപ്പോൾ ഇത് ഇത്രയും ഒരു പകുതിയോളം ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ചെത്തി കഴുകി വൃത്തിയാക്കി ഇതുപോലെ കുഞ്ഞ് പീസാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ തീരെ കുഞ്ഞ് പീസും അല്ല, എന്നാൽ ഇത്തിരി വലിപ്പത്തിലും അല്ല, അതുപോലെയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാളംപുളി പിഴിഞ്ഞതാണ്, വെള്ളം തിളപ്പിച്ച് അതിലേക്കിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തതാണ്. ഞാൻ വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അങ്ങനെ പുളിവെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വേഗം തയ്യാറാക്കിയാലോ എന്നാണ്. ഞാനൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഇതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഇത് കണ്ടോ, നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയും പിന്നെ നമ്മളെടുത്ത് വെച്ചാൽ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും ഏകദേശം വെളുത്തുള്ളിയൊക്കെ ആണെങ്കിലും ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അത്രേ അച്ചാറേ ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമ്മുടെ പച്ചമുളക്, അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി, അത് നമ്മുടെ വെളുത്തുള്ളി ഒന്നും ഒരുപാട് മൂത്ത് പോകരുത്. ഒരുപാട് മൂത്ത് പോയാൽ നമ്മുടെ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറും. അപ്പോൾ അതും ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കി പിന്നെ നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിത് കാശ്മീരി മുളക് പൊടിയും നമ്മുടെ സാധാ മുളക് പൊടിയും കൂടി ഒന്നിച്ച് മിക്സാക്കി പൊടിപ്പിച്ചതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. അപ്പം ഞാനത് ഇത്തിരി കളറ് വരുന്നവരെ ചെറു തീയിലൊന്ന് മൂപ്പിച്ചെടുക്കുവേ. അപ്പോൾ ഇത് കളറ് ഇത്തിരി എന്താ പറയുക, ഒരു ബ്രൗൺ കളറാകണം, എന്നാലാണ് കാണാനും ഒരു രസം. അപ്പോൾ അതുപോലെ ആക്കി പിന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ, ആ ഒരു പുളിവെള്ളത്തിലാണ് ഞാൻ ഈ അച്ചാർ തയ്യാറാക്കുന്നത്. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പും ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇതെല്ലാം പുളിവെള്ളവും നമ്മുടെ ഈ മുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സാക്കിയിട്ട് ഒന്ന് തിളച്ച് ഒരിത്തിരി ഒന്ന് കുറുകി വരുന്നവരെ നമുക്കിതൊന്ന് തിളപ്പിക്കണം. നമ്മുടെ ഈ പുളിവെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കണ്ട നമ്മുടെ മുളക് പൊടിയാണെങ്കിൽ ഇത്ര ബ്രൗൺ കളർ ആകുമ്പോഴാണ് ഇതിന് നല്ലൊരു നമ്മുടെ അച്ചാറിനൊരു കളറ് കിട്ടുകയുള്ളൂ. അപ്പോൾ കണ്ട പിന്നെ നമുക്ക് അത് ഏകദേശം തിളച്ച് ഇത്തിരി കുറുകി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ കപ്പളങ്ങ കഷ്ണം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പം നമ്മൾ നോക്കിയിട്ട് ഉപ്പൊക്കെ നമ്മൾ നോക്കി നമ്മുടെ പാകത്തിന് ചേർത്ത് കൊടുക്കണേ. അങ്ങനെ നമ്മളും കൂടെ മിക്സാക്കിയിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒത്തിരി വേവണ്ട, ഒരു പകുതി വേവ് മതി. ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒത്തിരി ഒന്ന് കടിക്കുകയും വേണം. നമ്മുടെ ഈ കപ്പളങ്ങ ഇത്തിരി ഒന്ന് കടിക്കുകയും കൂടി ആണെങ്കിലാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണേ. അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമ്മളിതൊന്ന് അടച്ച് വെച്ച് അപ്പം 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ ഈ പുളിവെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും. ഉണ്ടോ, ഏകദേശം ഒരു പകുതി വേവ് ആവാറായിട്ടുണ്ട്. അത്രയും ആയാൽ മതി, ഒത്തിരി വേവണ്ട, ഒരു പകുതി വേവ് നമുക്ക് കടിക്കണം. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. കണ്ടോ, ഇത്രയായി നമ്മുടെ പുളിവെള്ളമൊക്കെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കി നമ്മുടെ ഉപ്പൊക്കെ കണക്കിന് ഇട്ട് കൊടുക്കണം. ഏകദേശം കുറുകിയൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ പുളിവെള്ളവും മുളകും ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കുണ്ടല്ലോ, നമ്മൾ എടുത്ത് വെച്ച വെല്ലം ഉണ്ടല്ലോ, ഇത്തിരി ആ വെല്ലവും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കണമെങ്കിൽ അപ്പോഴാണ് ഇതിൻ്റെ നല്ല എന്താ ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടെ വരുമ്പോൾ നല്ല അടിപൊളി ഒരു ടേസ്റ്റായിട്ട് വരുന്നത്. ഇത് എന്താണ് നമ്മുടെ ചോറിനൊക്കെ ഒരു ഇത്തിരി തൊട്ട് കൂട്ടിയാൽ മാത്രം മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വെല്ലം കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല എന്താ പറയണ്ടേ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇത്രയും കൂടെ ഒന്ന് കുറുകി വരും. നമ്മൾ നല്ലതുപോലെ കുറുകുന്നതിന് മുമ്പ് നമ്മളിത് സ്റ്റൗ ഓഫാക്കി നമ്മൾ വാങ്ങി വെക്കണം. അത് വാങ്ങി വെച്ച് അല്പം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇത് ഇത്രയും കൂടെ കുറുകി നമ്മുടെ കഷ്ണത്തിലൊക്കെ നല്ലതുപോലെ പിടിച്ച് കിട്ടും. അതുകൊണ്ട് ഒത്തിരി കുറുവാനാകരുത്. അതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാം കൂടെ ഈ വെല്ലം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് വാങ്ങി വെക്കാം. കണ്ടോ, ഏകദേശമൊക്കെ കുറുകി വന്നു. ഇനി കണ്ടോ, ഒരു ശകലം കഴിയുമ്പോഴത്തേക്ക് ഇത് ഇതുപോലെ നമുക്ക് നമ്മുടെ കഷ്ണത്തിലൊക്കെ പിടിച്ച് നല്ല
അടിപൊളിയായിട്ടുള്ള ഒരു അച്ചാറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും കപ്ലങ്ങയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണേ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ അച്ചാർ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ദിവസമൊന്നും ഇരിക്കില്ല. ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കാം, പുറത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.